അല്ലാഹുവേ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി ലഭിക്കുന്ന, ഒരു ഫർൾ അനുഷ്ഠിച്ചാൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ദുആയാണ്. അൽഹംദുലില്ലാഹ്, നീണ്ട 1.5 മാസത്തിലധികമായി നമ്മൾ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദുആ ഇതാ നമ്മിൽ നിന്നും ഇതുവരെയും അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ അടയാളമാണ് നാം ഇന്നും ഈ സദസ്സിൽ ജീവനോടെ അല്ലാഹുവിന്റെ പള്ളിയുടെ ഓരത്ത് നമ്മൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇനി വിശുദ്ധ റമളാനിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ അറിയില്ല. അല്ലാഹുവേ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ ഇനിയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുമായി ഒരു അതിഥി നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരാൾ നമ്മിലേക്ക് ഒരു അതിഥിയായി കടന്നു വരുമ്പോ എത്രത്തോളം സന്തോഷത്തോടെയാണ് ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കുക. എന്നാൽ അതിലേറെ സന്തോഷമാണ് വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ ഒരു വിശ്വാസിയായ മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ടത് ഏറ്റവും വലിയ ഒരു അതിഥിയാണ്. ആ അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിക്കാനും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ റമളാനിന്റെ ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ വീടുകളും പരിസരങ്ങളും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഓരോ ഉപകരണങ്ങളെ പോലും നമ്മൾ വല്ലാതെ ശുദ്ധീകരണം വരുത്താറുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെയും നമ്മുടെ ഹൃദയത്തെയും കൂടി ഒരു ശുദ്ധീകരണം വരുത്തേണ്ട മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മാസം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജബുൽ ലിതത്വഹീരിൽ ബദൻ, പരിശുദ്ധമായ റജബ് ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. വശഅബാനു ലിതത്വഹീരിൽ ഖൽബ്, ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് പരിശുദ്ധ ശഅബാൻ. വറമളാനു ലിതത്വഹീരിർ റൂഹ്, ആത്മാവിനെ ശുദ്ധിയാക്കേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഈ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മാസമാണ് എന്ന്, ശഅബാനു ശഹരി എന്ന്, ശഅബാൻ എന്റെ മാസമാണെന്ന് മുത്തുനബിയിലേക്ക് ചേർത്ത് പറഞ്ഞ മാസത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കട്ടെ. വിശുദ്ധ റമളാനിലേക്ക് എത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ നമ്മൾ ഓരോരുത്തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലേക്ക് അല്ലാഹു നോമ്പിനെ തന്നിട്ടുള്ളത് എന്തിനാണെന്നറിയുമോ സഹോദര? ഈ ശഅബാനിന്റെ ഈ പരിശുദ്ധമായ ഈ രാവിൽ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ, ശ്രേഷ്ഠമായ റമളാനിനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ എന്തിനു വേണ്ടിയുള്ളതാണ്? അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞത് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം വരുത്തിയിട്ട് മാത്രമേ നമുക്ക് വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ കഴിയൂ. എങ്കിലേ നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട മാസമായ പരിശുദ്ധമായ റമളാനിൽ നമ്മുടെ ആത്മാവിന് ഒരു ശുദ്ധീകരണം വരുത്താൻ കഴിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ ഹദീസ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾ വല്ലാതെ സൂക്ഷിക്കേണ്ട ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വിശുദ്ധ റമളാനിന് വലിയൊരു മുന്നൊരുക്കം നടത്തേണ്ടെന്ന, ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടുന്ന സമയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون
അല്ലയോ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലയോ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് ഞാൻ ഇതാ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല നോമ്പിനെ നിർബന്ധമാക്കിയിരുന്നത്, പിന്നെയോ നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ധാരാളം സമുദായങ്ങളുണ്ട്, ധാരാളം സമൂഹങ്ങൾ നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഞാൻ ഇതാ നോമ്പിനെ നിർബന്ധമാക്കി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ. ചിലപ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ഈ നോമ്പിലൂടെ നിങ്ങൾക്ക് തഖ്വ ലഭിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു ആയത്ത് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമുദായത്തിലും നോമ്പ് എന്ന് പറയുന്ന ഒരു ഇബാദത്തുണ്ട്, ഒരു ആരാധനയാണ്. എല്ലാ വിഭാഗത്തിലും എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്നു, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല നോമ്പ് എന്ന് പറയുന്ന ഒരു ആരാധനയുള്ളത്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ബഹുമാനപ്പെട്ട ആദിപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾക്ക് നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്. പുരാതന ഈജിപ്തിൽ 7 ദിവസം മുതൽ 40 ദിവസം വരെ പുരാതന ഈജിപ്തിലെ ആളുകൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു, നോമ്പ് പിടിക്കുമായിരുന്നു. നമ്മെ പോലെ സുബഹിന്റെ സമയം മുതൽ തുടങ്ങുന്ന നോമ്പ് മഗ്രിബിന്റെ സമയം വരെ എത്തുമ്പോഴേക്കും അത്രയും നേരം കാത്തിരിക്കുന്ന ഒരു നോമ്പാകണമെന്നില്ല. നോമ്പ് എന്ന് പറയുന്ന ഒരു ആരാധന അത് എല്ലാ വിഭാഗത്തിലും എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്കുണ്ട്. പുരാതന ഈജിപ്തിലും അതുണ്ടായിരുന്നു. 1.5 മാസത്തോളം വരെയും നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പഴയ ചൈനയിലെ, പുരാതന ചൈനയിൽ ഏതെങ്കിലും ഒരു അദാബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങളോ ഒരു ആപത്തുകളോ അപകടങ്ങളോ അവരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അവിടുത്തെ ആളുകൾ ഒന്നടങ്കം നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പുരാതന ഗ്രീസില് അവിടെയും ഉണ്ടായിരുന്നു നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ. ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിലുപരി മൗനവ്രതം എന്ന് പറയുന്ന ഒരു ആചാരം കൂടി പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചരിത്രത്തിൽ കാണാൻ കഴിയും. പുരാതന ഗ്രീസ് സ്ത്രീകളായിരുന്നു അത്രേ ഏറ്റവും കൂടുതൽ ഈ മൗനവ്രതം ആചരിക്കുക, സ്ത്രീകളായിരുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ ഏകാദശി വ്രതം എന്ന് പറയുന്ന ഒരു വ്രതം അവർ ആചരിക്കുന്നുണ്ട്. ഒരു നോമ്പാണ്, വ്രതമാണ്. തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്ന ഒരു വ്രതം അവർ ആചരിക്കുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്. ശബരിമലയിലൊക്കെ പോകുമ്പോ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വ്രതം എടുത്തിട്ടാണ് ശബരിമലയിലേക്ക് പോവുക. അങ്ങനെ അവർക്കുമുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതമതത്തിലാണ് എങ്കിലും ജൂതമതത്തിലെ ആളുകൾ 40 ദിവസം അഥവാ ജൂതമതത്തിലെ അവരുടെ നേതാവ്, അവരുടെ പ്രവാചകൻ മോശ എന്ന് പറയുന്ന പ്രവാചകൻ 40 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്. وَوَعَدْنَا مُوسَى 30 لَيْلَةً وَأَتْمَمْنَاهَا بِعَشْرٍ فَتَمَّ مِيقَاتُ رَبِّهِ 40 لَيْلَةً. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 142ാമത്തെ ആയത്താണ്. 142ാമത്തെ ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ജൂതമതത്തിൽ 40 ദിവസം അവരുടെ മോശ എന്ന് പറയുന്ന അവരുടെ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു. ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട് ഇപ്രകാരം നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളം നോമ്പിനെ ധാരാളമായി അവർ ബഹുമാന്യതയോടുകൂടി കണ്ടിരുന്നു, അവർ മാനിച്ചിരുന്നു അത്രേ. കാരണം യേശു 40 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ബൈബിളിൽ കാണാൻ കഴിയും. 40 ദിവസം യേശു നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന്.
അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ ആ 40 ദിവസം യേശു 40 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ 40 ദിവസത്തോടൊപ്പം 10 ദിവസം കൂടി കൂട്ടിയിട്ട് 50 ദിവസവും എല്ലാ വർഷവും ഇപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ 50 ദിവസം നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സഹോദരങ്ങളും എല്ലാ സമുദായത്തിലും എല്ലാ കാലഘട്ടത്തിലും ആളുകൾ നോമ്പ് എന്ന ഒരു ആചാരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ധാരാളം സമുദായങ്ങൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെയും നോമ്പിനെ അള്ളാഹു നിർബന്ധമാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് എല്ലാ ജനതയിലും എല്ലാ കാലഘട്ടത്തിലും ഈ നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരം കടന്നു വരാനുള്ള കാരണം എന്താണ്? പൈശാചികമായ മൃഗീയമായ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ കൊള്ളരുതായ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മോശമായ സ്വഭാവത്തിനെ മുറിച്ചു കളയാൻ, അല്ലെങ്കിൽ അതിന് വിലങ്ങിടാൻ ഈ നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരത്തിന് കഴിയുമത്രേ. നോമ്പെന്ന് പറയുന്ന ഒരു ആചാരത്തിന് കഴിയും, ഒരു ഇബാദത്തിന് കഴിയും. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നോമ്പ് കൊണ്ട് നമുക്ക് എന്തെല്ലാം എത്രയോ നേട്ടങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, സൂമു തസിഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, എന്നിട്ട് നിങ്ങൾ ആരോഗ്യവാന്മാരാകൂ എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ മുത്തുനബി. അപ്പൊ അത് ദുനിയാവിലെ നേട്ടമാണ്. അപ്പൊ ദുനിയാവിൽ നമുക്ക് നോമ്പ് കൊണ്ട് നേട്ടമുണ്ട്. ആഖിറത്തിൽ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും അല്ലാഹു നോമ്പുകാർക്ക് നൽകുന്നുണ്ട്. അപ്പൊ ദുനിയാവിൽ നമുക്ക് നേട്ടമുണ്ട്, കാലാകാലമുള്ള ആഖിറത്തിൽ നമുക്ക് നേട്ടമുണ്ട്, ആത്മീയമായി നമുക്ക് നേട്ടമുണ്ട്, ശാരീരികപരമായി നമുക്ക് നേട്ടമുണ്ട്, ഭൗതികപരമായി നമുക്ക് നേട്ടമുണ്ട്. ആഖിറവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് നേട്ടമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ എല്ലാ അർത്ഥത്തിലും നോമ്പ് ഒരു പരിചയാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഈ നോമ്പിനെ ഒരു ആചാരമായി കണ്ടിരുന്നത്. നമുക്കറിയാം, ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു കള്ളം ഒരാൾ പറഞ്ഞു, ആ കള്ളത്തെ സ്ഥാപിക്കാൻ ധാരാളം കള്ളങ്ങൾ ഒരുപക്ഷെ പറയേണ്ടി വരൂലേ? ഒരു കള്ളത്തെ സ്ഥാപിക്കാൻ ധാരാളം കള്ളങ്ങൾ പറയേണ്ടി. അതുപോലെ തന്നെ ഒരു പുണ്യമായ ഒരു കർമ്മം ഒരാൾ ചെയ്താൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ധാരാളം പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്യാൻ ആ മനുഷ്യനെ കൊണ്ട് കഴിയും. അതാണ് ഈ നോമ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം, വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചു. അതുവരെ ഒരു പക്ഷെ അവന് നിസ്കാരം ഇല്ലായിരിക്കാം, അതുവരെ ഒരു പക്ഷെ അവന് പള്ളിയുമായി ബന്ധമില്ലായിരിക്കാം, ചിലപ്പോൾ ജീവിത തിരക്കുകൾ കൊണ്ടാകാം. അതുവരെ പക്ഷെ അവൻ ഖുർആൻ അവന്റെ കരങ്ങളിലേക്ക് അവൻ എടുത്തു വെച്ചിട്ടുണ്ടാകൂല. പക്ഷെ എങ്കിൽ പോലും വിശുദ്ധമായ റമളാൻ വരുമ്പോ അവൻ നോമ്പനുഷ്ഠിക്കുന്ന ആ ഒരു നോമ്പ് എന്ന ഒരു പുണ്യമായ കർമ്മം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. കാരണം അവൻ പള്ളിയിലേക്ക് കടന്നു വരാൻ അവരൊരു ആഗ്രഹമുണ്ടാകും. റമളാനല്ലേ, പള്ളിയിൽ പോകണ്ടേ എന്നൊരു തോന്നലുണ്ടാകും. അപ്പൊ ഒരു പുണ്യമായ കർമ്മം അവന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി അതിന്റെ പിന്നാലെ തുടർച്ചയായി ധാരാളം പുണ്യകരമായ കർമ്മങ്ങൾ അവനോടൊപ്പം ചേർന്ന് വരികയാണ്. അപ്പൊ ധാരാളം പുണ്യകർമ്മം. അപ്പൊ ജമാഅത്തിന് പങ്കെടുക്കുന്നു. ജമാഅത്തിന് നമ്മൾ പള്ളിയിൽ എന്നിരിക്കുമ്പോ സുന്നത്ത് നിസ്കാരത്തിന്റെ ടൈമുണ്ട്. അപ്പൊ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചേക്കാം എന്നൊരു തോന്നൽ, അവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അത് കഴിയുമ്പോൾ ദുആയിൽ പങ്കുകൊള്ളുന്നു. അതിനുശേഷം ഒരു അല്പസമയമെങ്കിലും എല്ലാ ആളുകളും ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുന്നല്ലോ. അപ്പൊ എനിക്കും ഒരു അല്പം ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എടുത്തിട്ട് അവൻ അറിയാവുന്ന സൂറത്തുകൾ നോക്കി അവൻ ഓതുന്നു. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും സാധുക്കൾ നിൽക്കുന്നു, ഒരു 10 രൂപ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ അവൻ മനസ്സ് കാണിക്കുന്നു, സ്വതക്ക ചെയ്യാൻ അവൻ താല്പര്യം കാണിക്കുന്നു. എത്രയെത്രയോ പുണ്യകരമായ പുണ്യങ്ങൾ അവൻ നേടിയെടുക്കാൻ കഴിയുന്നു ആ ഒരു നോമ്പ് എന്നൊരു ഇബാദത്ത് വന്നതിലൂടെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഒരു തെറ്റിനെ മറയ്ക്കാൻ ധാരാളം തെറ്റുകൾ ചെയ്യേണ്ടി വരുന്നു എന്നതുപോലെ ഒരു പുണ്യകരമായ കർമ്മം ഒരു മനുഷ്യൻ ചെയ്താൽ അതിനോടൊപ്പം അതിനെ പിന്തുടർന്നുകൊണ്ട് ധാരാളം പുണ്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും. അതാണ് ഈ നോമ്പിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആരാണ് നമ്മുടെ മാർഗത്തിലേക്ക് പരിശ്രമത്തോടുകൂടി കടന്നു വരുന്നത്? നമ്മുടെ മാർഗത്തിലായി ആരാണ് പരിശ്രമിക്കുന്നത്? അവർക്ക് ധാരാളം വഴികൾ നാം തുറന്നിട്ട് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരൊറ്റ സെക്കൻഡ് മതി, ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാൻ.
നമ്മുടെ ജീവിതത്തിൽ എത്രയെത്രയോ അനന്തമായ തെറ്റുകൾ ഉണ്ടാകാം. നമ്മൾ നോക്കുന്നത് ഒരു പക്ഷേ തെറ്റിലേക്കാണ്, പാപത്തിലേക്കാണ്. നമ്മൾ കേൾക്കുന്നത് പാപമാണ്, തെറ്റുകളാണ്. നമ്മൾ കരങ്ങൾ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടന്നെടുക്കുന്നത് പാപത്തിലേക്കാണ്. നമ്മൾ ചിന്തിക്കുന്നത് പാപമാണ്, പാപമാണ്. എപ്പോഴും പാപമാകുന്ന കട്ടറിട്ട റോഡിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു സുവർണാവസരം നൽകിയിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. ശുദ്ധമായ റമളാനിൽ നോമ്പിനെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കി. ചെറിയൊരു മാസമല്ല, നീണ്ട ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ ഒന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു അതിഥി നമ്മിലേക്ക് വന്നു, നമ്മെ പരിചയപ്പെടുകയാണ്. നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ നമ്മളൊന്ന് കണ്ടു മുസാഫഹത്ത് ചെയ്തു, സലാം പറഞ്ഞു മുസാഫഹത്ത് ചെയ്തു, കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവിടെ വരുമ്പോൾ ഇപ്പൊ ഈ സദസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഇത് കഴിയുമ്പോൾ പല ആളുകൾ നമ്മളെ വന്നിട്ട് മുസാഫഹത്ത് ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട്, ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ബയോഡേറ്റ എന്തെങ്കിലും എനിക്കറിയാൻ കഴിയും? ആർക്കെങ്കിലും അറിയാൻ കഴിയില്ല. എന്നാൽ ഒരു മിനിറ്റ് കൊണ്ടോ ഒരു സെക്കൻഡ് കൊണ്ടോ ഒന്നും ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ കേവലം ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ അല്ല, ഈ അതിഥി നമ്മിലേക്ക് കടന്നു വന്നിട്ട് നമ്മളോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുക. പിന്നെയോ നീണ്ട ഒരു മാസക്കാലത്തോളം നമ്മുടെ ഇടയിൽ ഉണ്ടാകും, നമ്മോടൊപ്പം ഉണ്ടാകും. തിരിച്ചു പോകുമ്പോ നമ്മെക്കുറിച്ച് ഒന്നും അറിയാതെ വന്ന ഈ അതിഥി തിരിച്ചു മടങ്ങി പോകുമ്പോ നമ്മെക്കുറിച്ചുള്ള എല്ലാ ബയോഡേറ്റയും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ വിശുദ്ധ റമളാൻ എന്ന അതിഥി നമ്മിൽ നിന്നും യാത്രയാവുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് റമളാനിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോ, അങ്ങനെ ഒരു സദസ്സിൽ നമ്മൾ അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ നമ്മിലേക്ക് കടന്നു വരാൻ തയ്യാറെടുത്തിരിക്കുന്ന വിശുദ്ധമായ റമളാനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് ഓരോരുത്തരും നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതാണ്ട് നമ്മൾ റജബിന്റെ പൊന്നം വെളി വാനിൽ പ്രത്യക്ഷപ്പെട്ടു പോയത് മുതൽ നമ്മൾ ചെയ്യുന്ന ദുആ തന്നെയാണ്. അല്ലാഹു ധാരാളം സൽക്കർമ്മങ്ങൾ വിശുദ്ധ റമളാനിൽ ചെയ്യാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമളാനിൽ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നു, ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ഈ റമളാനെ ധന്യമാക്കുമ്പോ ഏതെങ്കിലും റമളാനിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡ് മതി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമ്മൾ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദുആകൾ അള്ളാഹു സ്വീകരിക്കാൻ ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വല്ലാത്ത പ്രകാശം കടന്നു വരികയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാവ് തന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയില്ലേ? ആ ഒരൊറ്റ രാവിന് അല്ലാഹു നൽകിയിരിക്കുന്ന ശ്രേഷ്ഠത എത്രയാണ്? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത, 1000 മാസം ഇബാദത്തെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരൊറ്റ രാത്രിയിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇങ്ങനെയുള്ള പരിശുദ്ധമായ റമളാനിനെ നമ്മൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുമ്പോ ആ ഉപയോഗപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ ജീവിതം തന്നെ മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചരിത്രം, ഒരു പെൺകുട്ടിയുടെ കഥ, ജീവിതം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് രുദ്രാക്ഷമാല വിൽക്കുന്നതിന് വേണ്ടി കടന്നു വന്ന 16 വയസ്സുകാരിയായ മോണി ബോസ്ലി എന്ന് പറയുന്ന മൊണാലിസ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു സെക്കൻഡ് കൊണ്ടാണ് ജീവിതം മാറി മറിഞ്ഞത്. ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ ഏത് പാവപ്പെട്ടവനെയും ഏറ്റവും വലിയ പണക്കാരനാക്കാൻ, കോടീശ്വരനാക്കാൻ അല്ലാഹുക്ക് അധിക സമയമൊന്നും വേണ്ട. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്തവനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ അല്ലാഹുക്ക് അധിക താമസമൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രുദ്രാക്ഷമാല വിൽക്കുന്നതിന് വേണ്ടിയിട്ട് 35,000 രൂപ ആരുടെയോ പക്കൽ നിന്ന് കടം വാങ്ങിയിട്ട് രുദ്രാക്ഷമാല ഉണ്ടാക്കിയിട്ട് നിർമ്മിച്ചുകൊണ്ട് അത് യുപിയിലെ കുംഭമേളയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി കടന്നു വന്ന മോണി ബോസ്ലി എന്ന് പറയുന്ന, അഥവാ മൊണാലിസ എന്ന് പറയുന്ന ഒരു 16-കാരിയായ ഒരു പെണ്ണ് ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു.
ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇതുപോലെ നമുക്കൊരു സെക്കൻഡ് മതി. ഇതുപോലെ നമുക്കൊരു സെക്കൻഡ് മതി. മൊണാലിസ എന്ന് പറയുന്ന ആ ചാര കണ്ണുള്ള ആ ഒരു പെൺകുട്ടി രുദ്രാക്ഷമാല വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു യൂട്യൂബർ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അതിനെ പ്രചരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്നു പോയ മൊണാലിസ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ആ ഒരു പെൺകുട്ടിയെ ലോകം മുഴുവൻ വല്ലാതെ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ തുടങ്ങി. അവസാനം ഈ കഴിഞ്ഞുപോയ ഫെബ്രുവരി 14 തീയതി വെള്ളിയാഴ്ചയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്മാൻ, അദ്ദേഹം തന്റെ കോഴിക്കോട്ടെ ജുവലറിയുടെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ മൊണാലിസ എന്ന് പറയുന്ന 16-കാരിയായ പെൺകുട്ടിയെ തന്റെ കുടുംബത്തിലെ 10 പേരോടൊപ്പം ഫ്ലൈറ്റിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയും ആ പെൺകുട്ടിയെ കൊണ്ടുവരികയും തന്റെ കോഴിക്കോട്ടെ ജുവലറി ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകാൻ ആ പെണ്ണിന് അവസരം കൊടുക്കുകയും ആ ജുവലറിയുടെ അംബാസിഡറായി ആ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയും തിരിച്ചു മടങ്ങി പോകുമ്പോ 15 ലക്ഷം രൂപയും ഒരു നെക്ലസും ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്മാൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവരെ ആരാരും ശ്രദ്ധിക്കാതിരുന്ന ആ ഒരു പെൺകുട്ടി ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി കാണുന്നു. ഒന്നാലോചിച്ച് നോക്ക്. ആ പെൺകുട്ടിയോട് ചോദിച്ചു, എത്ര വരെ പഠിച്ചിട്ടുണ്ട് മോളെ? എനിക്ക് വിദ്യാഭ്യാസമില്ല. നിന്റെ സാമ്പത്തിക ശേഷിയോ? ഞാൻ വെറും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവളാണ്. വിദ്യാഭ്യാസമില്ലാത്ത ഇന്ന് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ആരോ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് സിനിമാ സംവിധായകന്മാര് മുഴുവനും ആ പെൺകുട്ടിയുടെ പിന്നാലെ പരക്കം പായുകയാണ്. 25 ലക്ഷം രൂപ ഒരു സംവിധായകൻ 25 ലക്ഷം രൂപ ഇപ്പോഴേ മുൻകൂർ കൊടുത്തു കഴിഞ്ഞു. സിനിമയിലേക്ക് ആ പെൺകുട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം മാറിമറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ. ഇതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ വരദാനമായി തന്നിരിക്കുന്ന ഒരു അവസരമാണ്, ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കനിഞ്ഞരുളി തന്ന ഒരു മാസമാണ്. ഈ പരിശുദ്ധമായ റമദാനിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപപങ്കിലമായ ഹൃദയങ്ങളുമായി നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിച്ചുകൊണ്ട് അവന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഒരു സെക്കൻഡ് മതി. ആ ദുആ പടച്ചവൻ തീരുമാനമെടുക്കുന്നു. ആ ദുആ ഞാൻ സ്വീകരിക്കുമെന്ന് തീരുമാനമെടുത്താൽ നമ്മുടെ അതുവരെയും കറപുരണ്ടുപോയ ഹൃദയത്തെ ഏറ്റവും വലിയ പ്രകാശപൂരിതമായ ഹൃദയമാക്കി മാറ്റാൻ അല്ലാഹുക്ക് അധിക താമസമൊന്നും വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അഥവാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ നമ്മൾ ഹൃദയത്തെ ശുദ്ധിയാക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വളരെയധികം മാരകമായ രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അഹങ്കാരികളായി മാറി, ധിക്കാരികളായി മാറി. ഹൃദയത്തിന്റെ ആർദ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ വിശുദ്ധ റമളാനിൽ, വിശുദ്ധ ശഅബാനിൽ ഇനി വെറും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഹൃദയത്തെ ശുദ്ധിയാക്കിയിട്ട്, ഹൃദയത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് പരിശുദ്ധമായ റമളാനെ സ്വീകരിക്കേണ്ടത്. എല്ലാ അഴുക്കുകളും, അഹങ്കാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. മറ്റുള്ളവരോട് അസൂയ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. മറ്റുള്ളവർ കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ മോശമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. നമ്മിൽ നാവിൽ നിന്ന് വന്നു പോകാം. ഇങ്ങനെയൊക്കെയും പലതരത്തിൽ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവരാകാം. ഈ അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വിഷമത്തിനോ പ്രയാസത്തിനോ കാരണക്കാരായിട്ടുണ്ട് എങ്കിൽ അവരോട് പോയി പൊരുത്തം ചോദിച്ചിട്ട്, അവരുടെ അടുക്കൽ പോയിട്ട് നമ്മൾ അല്ലാഹുവിനെ സാക്ഷിയാക്കി അവരോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട്, അവരോട് പൊരുത്തം ചോദിച്ചുകൊണ്ട്, മാപ്പ് നേടിയിട്ടല്ലാതെ, പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ വിശുദ്ധ റമളാനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ റമളാൻ നമ്മിൽ നിന്നും അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ചെയ്തിരുന്ന ഒരു ദുആയുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു ദുആയുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സദസ്സിലേക്ക് പ്രഭാഷണം നമ്മൾ തുടങ്ങുമ്പോൾ വിനീതൻ ആ ഒരു ആയത്ത് ഓതിയിട്ടാണ് തുടങ്ങിയത്. അത് പ്രവാചകന്മാരുടെ ദുആയാണ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ ചെയ്തതാണ്. ഈ ദുആ മുത്തുനബി ചെയ്ത ദുആയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ചെയ്ത ദുആയാണ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാ. മുത്തുനബി ചെയ്ത ദുആയാണ്. ഹബീബായ പ്രവാചകൻ തങ്ങളുടെ ദുആയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ ചെയ്യുമ്പോൾ മുത്തുനബിയുടെ കരുണ എത്രയാണ്, കാരുണ്യം എത്രയാണ്, അവിടുത്തെയുടെ മനസ്സിന്റെ വിശാലത എത്രയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന്റെ വിശാലത എത്രയാണ്. അതുകൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി അള്ളാന്റെ മുത്തുനബിയുടെ മുന്നിലേക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ വേണ്ടി കടന്നു വന്ന് ശത്രുക്കളോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് മുത്തുനബി ഇടപഴകിപ്പോയത്. അത് അള്ളാന്റെ റസൂലിന്റെ വിശാല മനസ്സാണ്, വിശാല മനസ്സാണ്. എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാന്റെ മുത്തുനബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അത് എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അല്ലയോ നബിയേ അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലയോ, ഹൗദുൽ കൗസർ അങ്ങേക്ക് നൽകിയില്ലയോ. മുത്തുനബിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നത്. സൂറത്തുൽ ളുഹാ എന്ന് പറയുന്ന നമുക്കൊരു സുപരിചിതമായ സൂറത്തുണ്ട്. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ തുടങ്ങിയുള്ള ആയത്തുകൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു പോയ അനുഗ്രഹങ്ങൾ എണ്ണി 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 അല്ലാഹു പറയുകയാണ്, സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. വല്ളുഹാ, ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ളുഹാ സമയത്തെ കൊണ്ടും രാത്രിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്ത് പറയുകയാണ്. അള്ളാന്റെ മുത്തുനബിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ശേഷമുള്ള ആയത്തിലൂടെ പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇൻസിറാഹ്. അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ് ലക സദ്റക. നബിയേ നബിയേ അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് അല്ലാഹു വിശാലത നൽകിയെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ശത്രുക്കളോട് പോലും മയത്തോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്വീകരിച്ചു പോയത്, പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു പോയത്. അതുകൊണ്ട് നാം ദുആ ചെയ്യണം. ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസത്തിൽ വിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മലിനതയിൽ നിന്നും എല്ലാ അഴുക്കുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട് സഹോദരാ. അതുകൊണ്ട് ദുആ ചെയ്തോ, റബ്ബി ഇശ്റഹ് ലീ സദ്രീ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ദുആ കൂടിയാണ്. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ദുആ കൂടിയാണ്. ഈ ദുആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കും. ഹൃദയത്തിന് വിശാലത ലഭിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം ആർദ്രതയുള്ളതായി മാറും. ഹൃദയത്തിന് ആർദ്രത നഷ്ടപ്പെട്ടു പോയാൽ ഹൃദയം കടുത്തു പോകും. ഹൃദയത്തിന് ആർദ്രത നഷ്ടപ്പെട്ടു പോയാൽ ഹൃദയം കടുത്തു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ഹൃദയം പോയവനാകാനേ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹൃദയം ലോലമാകണം, ഹൃദയത്തിന് ആർദ്രതയുണ്ടാകണം. എങ്കിലേ മറ്റുള്ളവരോട് നീതി കാണിക്കാൻ പറ്റും, എങ്കിലേ മറ്റുള്ളവരോട് നന്മയോടുകൂടി ഇടപെടാൻ പറ്റും. ഇന്നലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ ബഹുമാനപ്പെട്ട ജാബിർ മന്നാനി ഉസ്താദ് അവറുകൾ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കുമ്പോൾ ആ ഖുത്ബയുടെ അവസാനം ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്. ആ ഖുത്ബയുടെ അവസാന വിശ്വാസികളെ നോക്കിയിട്ട് ഒരു ആഹ്വാനം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാൻ കൽപ്പന നൽകുന്നുണ്ട്. വിശ്വാസി സമൂഹത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസി സമൂഹത്തോട് ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ല ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് മറ്റുള്ളവരോട് നന്മയോടുകൂടി ഇടപെടണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ജുമാ ഖുത്ബയുടെ അവസാനം ബഹുമാനപ്പെട്ട ജാബിർ മന്നാനി ഉസ്താദ് അവറുകൾ ഓതിയ ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നീതിയോടും നന്മയോടും കൂടി ഇടപഴകാനാണ്, മറ്റുള്ളവരോട് ഇടപെടാനാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അല്ലാഹുവിന്റെ കൽപ്പന അതാണ്, നന്മയോടുകൂടി നിങ്ങൾ മറ്റുള്ളവരെ സമീപിക്കണേ, നീതിയോടുകൂടി ഇടപെടണേ. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിശ്വാസിയോട് അല്ലാഹുവിന്റെ കൽപ്പന. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുവിട്ടത് AK-47 ആണോ, അല്ലെങ്കിൽ പീരങ്കിയാണോ, അല്ലെങ്കിൽ മിസൈൽ കൊടുത്തുവിട്ടതാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ല. എല്ലാ പ്രവാചകന്മാരും തുല്യമായ നീതിയാണ് ഈ ഭൂമി ലോകത്ത് കൊണ്ടുവന്ന് നടപ്പാക്കിയത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ആ നീതി നടപ്പാക്കണമെങ്കിൽ, നന്മയോടുകൂടി ഇടപെടണമെങ്കിൽ ഹൃദയത്തിന് ആർദ്രത ഉണ്ടായെങ്കിലേ പറ്റൂ, ഹൃദയം ലോലമായെങ്കിലേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമാണോ നമുക്ക് നീതിയോടുകൂടി വർത്തിക്കേണ്ടത്? അല്ലാഹുവിന്റെ കൽപ്പന വന്നത് അങ്ങനെയാണോ? അല്ല. വിശ്വാസികളോട് മാത്രമല്ല, നിന്റെ കുടുംബത്തോട് മാത്രമാണോ നീ നീതിയോടുകൂടി വർത്തിക്കേണ്ടതല്ല. നിന്റെ സമുദായത്തോട് മാത്രമാണോ? അല്ല. നിന്റെ ഭാര്യയോട് മാത്രമാണോ? അല്ല. നിന്റെ മക്കളോട് മാത്രമാണോ? അല്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടും. നിന്റെ ഇടയിൽ ഹൈന്ദവനുണ്ടാകാം, നിന്റെ ഇടയിൽ ക്രൈസ്തവനുണ്ടാകാം, നിന്റെ ഇടയിൽ ജൂതനുണ്ടാകാം, നാനാജാതി മതസ്ഥനുമുണ്ടാകാം. അവരോടൊക്കെയും നീ നീതിയോടുകൂടിയും നന്മയോടുകൂടിയും കൂടി മാത്രമേ വർത്തിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന. ഇനി നിന്നെ വേദനിപ്പിച്ചവരാണെങ്കിലോ അവരോട് പോലും നീ നന്മയോടുകൂടി നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ولا يجرمنكم شنآن قوم على ألا تعدلوا. നിനക്ക് ചിലപ്പോ നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിന്നോട് ആരെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടാകാം, നിന്നെ ആരെങ്കിലും മോശക്കാരനാക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഒരു ജനതയോട് നിനക്ക് വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ട് എങ്കിൽ അവരോട് നീതി കാണിക്കാതിരിക്കാനുള്ള ഒരു മാധ്യമമാക്കി ആ ഒരു വിദ്വേഷത്തെ നീ മാറ്റരുതേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പിന്നെയോ നീ അവരോട് നീതി കാണിക്കണേ, നീ അവരോട് നീതിയോടുകൂടി ഇടപെടണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഇതാണ് അള്ളാന്റെ കൽപ്പന. ഒരു പ്രവാചകന്മാരും ഇവിടെ വന്നിട്ട് ഒരിക്കലും അക്രമത്തിനോ അനീതിക്കോ ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരു ഉസ്താദുമാരും അങ്ങനെ പറയൂല. വിശ്വാസിയായ യഥാർത്ഥ പ്യുവർ കറകളഞ്ഞ വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ കഴിയില്ല, ഒരാളെയും വേദനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ വിശ്വാസിയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇഅ്ദിലു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നീതിയോടുകൂടിയാണ് നമ്മൾ ഇടപെടേണ്ടത്. ആ നീതി നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിന് വിശാലതയുള്ളവരായി, ഹൃദയം ആർദ്രതയുള്ളവരായി മാറിയെങ്കിലേ കഴിയൂ. അതാണ് മുത്തഖീങ്ങളുടെ ഒരു അടയാളവും. അതുകൂടിയാണ് മുത്തഖീങ്ങളുടെ അടയാളം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് പേർഷ്യൻ രാജാവിന്റെ ഒരു അതിഥി കടന്നു വരിക, ഒരു പ്രതിനിധി കടന്നു വരികയാണ്. പേർഷ്യൻ രാജാവിന്റെ ഒരു പ്രതിനിധി കടന്നു വന്നു. ഉമർ തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ് മദീനയിലേക്ക്. ആ സമയത്ത് ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഴകിയ വസ്ത്രം ധരിച്ചിട്ട്, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച്, കണ്ടം വെച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഈ പ്രതിനിധിയായ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി കാണുകയാണ്. വന്നിട്ട് ചോദിച്ചു, ഇവിടുത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഉമർ തങ്ങൾ എവിടെയാണ് എന്ന് ഒന്ന് കാണിച്ചു തരുമോ? ആ സമയത്ത് ആയിരുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് ഖലീഫ ഉമർ. ഈ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധിയായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു രാജാവോ, ഇങ്ങനെ ഒരു ഖലീഫയോ, ഇങ്ങനെ ഒരു നേതാവോ? ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രവും നമ്മുടെ മുൻഗാമികളുടെ നീതിയും അവരുടെ അർപ്പണബോധവും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഉമർ തങ്ങളെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന കുപ്പായം പുതിയ കുപ്പായമാണല്ലോ. ഈ കുപ്പായം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ കുപ്പായം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയാണ്. ഒരു പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് മദീന പള്ളിക്കകത്ത് മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുത്ബ നിർവഹിക്കുമ്പോ ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നുകൊണ്ട് മറുപടി കൊടുക്കാൻ കഴിയാതെ നോക്കി നിൽക്കുകയാ. കാരണം ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യൻ ചോദിച്ചു ഉമർ തങ്ങളോട്, ഉമർ തങ്ങളെ, ഇന്നലെ പൊതുഖജനാവിൽ നിന്ന്, കഴിഞ്ഞ ദിവസം പൊതുഖജനാവിൽ നിന്ന് എല്ലാവർക്കും വസ്ത്രം വിതരണം ചെയ്തിരുന്നല്ലോ, എല്ലാവർക്കും വസ്ത്രത്തിന് തുണി വിതരണം ചെയ്തിരുന്നല്ലോ. ആ തുണിയാണ് എങ്കിൽ, ആ തുണി കൊണ്ടാണ് നിങ്ങൾ കുപ്പായം അടിച്ചു ധരിച്ചിരിക്കുന്നതെങ്കിൽ ആ തുണി ഒരിക്കലും ഈ കുപ്പായത്തിന് തികയില്ല. കാരണം കുറച്ചു മാത്രമേ തുണി ഉണ്ടായിരുന്നുള്ളൂ. ആ തുണി കൊണ്ട് ഒരു കുപ്പായം ധരിക്കാൻ കുപ്പായം തുന്നിയിട്ട് ധരിക്കാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ധരിച്ചിരിക്കുന്ന കുപ്പായം എവിടെ നിന്ന് കിട്ടിയതാണ്? ഇനി എങ്ങാണം നിങ്ങൾ പൊതുഖജനാവിൽ നിന്ന്, ഒരു ഖലീഫയാണല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ അന്യായമായിട്ടെങ്ങാണം നിങ്ങൾ ആ കുപ്പായത്തിന്റെ തുണി വീണ്ടും നിങ്ങൾ എടുത്തിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചതാണ്. കാരണം ഒരു തെറ്റ് കണ്ടാൽ ആരാണെങ്കിലും അവിടെ തിരുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ടൊരു സംശയം വന്നു, അതിനെ ദൂരീകരിക്കേണ്ടുന്ന ചുമതല ബാധ്യതയുണ്ട്. അതവിടെ ബാധ്യത ആ സംശയത്തെ ദൂരീകരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മിമ്പറിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പൊട്ടി കരയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കടന്നു വന്നു കഴിയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, കൂട്ടുകാരാ, എന്റെ ഉപ്പ ഒരിക്കലും അനീതി പ്രവർത്തിച്ചിട്ടില്ല, എന്റെ ഉപ്പ ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല, അധർമ്മം എന്റെ ഉപ്പ കാട്ടൂല. പിന്നെയോ എന്റെ ഉപ്പ ധരിച്ചിരിക്കുന്ന കുപ്പായം അത് ഖജനാവിൽ നിന്ന് കൊടുത്ത തുണി തന്നെയാണ്. പക്ഷേ എന്റെ ഉപ്പ എല്ലാവർക്കും വീതിച്ചു കൊടുത്തതുപോലെ അതിലൊരു വിഹിതം മാത്രമേ എന്റെ ഉപ്പ എടുത്തിട്ടുള്ളൂ. പിന്നെയോ എനിക്ക് കൂടി ഒരു വിഹിതം കിട്ടിയിരുന്നുവല്ലോ.
എനിക്ക് കൂടി ഖജനാവിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയിരുന്നല്ലോ, ആ വിഹിതം കൂടി എന്റെ വാപ്പാക്ക് ഞാൻ അങ്ങ് കൊടുത്തു. അതുകൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്റെ ഉപ്പ കുപ്പായം തയ്ച്ചത്. എന്റെ ഉപ്പ കുപ്പായം തുന്നിയത്. ആ കുപ്പായമാണ് എന്റെ ഉപ്പ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പ ഒരിക്കലും അനീതി പ്രവർത്തിക്കൂല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉമർ? ഊരി പിടിച്ച വാളുമായി ഹബീബായ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ വേണ്ടി കടന്നു വന്ന മനുഷ്യനല്ലയോ? 100 ഒട്ടകത്തിന് പകരം മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി കടന്നു വന്ന മനുഷ്യനാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം ഒരു വർത്തമാനം പറയുമായിരുന്നു: ഒരിക്കലും ഉമർ നന്നാകൂല, ഒരിക്കലും ഉമർ നന്നാകൂല. ഹത്താ യസ്ലഹ ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ കഴുത നന്നായാലും, ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും നന്നാകൂല എന്ന് നാട്ടുകാര് വിധി എഴുതി തള്ളിയിരുന്ന മനുഷ്യനാ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മിമ്പറിനകത്തിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുപോയ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രിയാകുമ്പോ ബെഡ്റൂമിലേക്ക് കയറിയിട്ട് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ചാട്ടവാറെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തേക്ക് ആഞ്ഞാഞ്ഞ് പ്രഹരിക്കുമായിരുന്നു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കും: ശരീരമേ, നിനക്കെന്ത് അഹങ്കാരമുണ്ടോ? നീ ഖലീഫയായപ്പോ നിനക്ക് അഹങ്കാരമുണ്ടോ? വേണ്ട വേണ്ട, അഹങ്കാരം വേണ്ട. സ്വന്തമായിട്ട് വിചാരണ നടത്തുകയാണ് ബെഡ്റൂമിനകത്ത് കയറിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു കോലത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾക്ക് കഴിഞ്ഞു പോയെങ്കിൽ, അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രത്തോളം ആ ഹൃദയത്തിന് ആർദ്രത വന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം ആർദ്രത വന്നുപോയി. അതുകൊണ്ട് ദുആ ചെയ്തോ: റബ്ബിശ്റഹ് ലീ സ്വദ്രീ. പടച്ചവനെ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാഹ്, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ അല്ലാഹ് എന്ന് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ദുആയാണ്.